വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നിർവാണ പ്രകരണം 14 സർഗം മുനിവ്യാധോപാഖ്യാനം, പേജ് 408, സർഗം 14. രാമൻ ചോദിച്ചു, ആത്മജ്ഞാനികളിൽ അഗ്രഗണ്യനായ മഹാമുനി, സത്യബുദ്ധി ഉറപ്പുവന്ന ഒരു ജീവൻ മുക്തൻ്റെ അപൂർവമായ പ്രത്യേകത എന്താണ്? അരുളി ചെയ്താലും, ദയവായി അരുളി ചെയ്താലും. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ജ്ഞാനിക്ക് അതിശയകരമായ ഒരു പ്രത്യേക ബുദ്ധി രൂപം കൊള്ളുന്നു. അദ്ദേഹം നിത്യതൃപ്തനായി പ്രശാന്തചിത്തനായി തന്നിൽ തന്നെ നിലകൊള്ളുന്നു. ആകാശഗമനം തുടങ്ങിയ സിദ്ധികൾ മന്ത്രസിദ്ധന്മാർ, തപസ്സിദ്ധന്മാർ, തന്ത്രസിദ്ധന്മാർ എന്നിവർക്കൊക്കെ നേടാവുന്നതേയുള്ളൂ. ആകാശഗമനം തുടങ്ങിയ സിദ്ധികൾ മന്ത്രസിദ്ധന്മാർ, തപസ്സിദ്ധന്മാർ, തന്ത്രസിദ്ധന്മാർ എന്നിവർക്കൊക്കെ നേടാവുന്നതേ ഉള്ളൂ. അതിൽ അപൂർവതയൊന്നുമില്ല. അണിമാതി ഐശ്വര്യ അഷ്ടൈശ്വര്യ സിദ്ധികളും മിക്കവാറും അത്തരക്കാരാണ് നേടുന്നത്. ഇതൊക്കെ യത്നം കൊണ്ട് ആർക്കും നേടാവുന്നതാണ്. ജ്ഞാനം കൊണ്ടു നേടേണ്ടതാണ് ആത്മദർശനം. ഏതിലെങ്കിലും ആഗ്രഹം വച്ചു പുലർത്തുന്നവർ മൂഢബുദ്ധികളാണ്. നിർമ്മലമായ ജ്ഞാനിയുടെ മനസ്സിലൊന്നിലും ആഗ്രഹം ഉദിക്കുന്നില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അപൂർവത. മനസ്സുപശമിച്ച് ചിരകാലം ഉണ്ടായിരുന്ന സംസാരഭ്രമം ഒഴിഞ്ഞുപോയ ജ്ഞാനിയുടെ അപൂർവ അതിശയം എന്താണെന്നോ പറയാം. അദ്ദേഹത്തിന് കാമം, കോപം, വിഷാദം, മോഹം, ലോഭം തുടങ്ങിയ ആപത്തുകൾ അനുദിനം കുറഞ്ഞു വരുന്നു, ഒടുവിൽ നിശേഷം ഇല്ലാതാകുന്നു. രാമ, ഒരു ബ്രാഹ്മണൻ തൻ്റെ ബ്രാഹ്മണ ചിത്തം ഉപേക്ഷിച്ച് ക്രമേണ ദുരാഗ്രഹം നിമിത്തം ശൂദ്രചിത്തം അംഗീകരിക്കുന്നു എന്ന് കരുതുക. അതുപോലെയാണ് ഈശ്വരൻ സങ്കല്പത്തിലൂടെ ജീവത്വം അംഗീകരിക്കുന്നത്. ഓരോ സൃഷ്ടിയുടെയും ആരംഭത്തിൽ 2 തരം ജീവന്മാർ രൂപം കൊള്ളുന്നു. അവയിൽ ചിത്തിൽ നിന്നും ആദ്യമായി സ്പന്ദിക്കുന്ന ജീവന്മാർ ഒരു കാരണവുമില്ലാതെ സ്വയം പൊന്തുന്നവരാണ്. ഇങ്ങനെ ഈശ്വരനിൽ നിന്നും അകാരണമായി പൊന്തുന്ന ജീവന്മാർ സ്വയം സങ്കല്പിച്ചുണ്ടാക്കുന്ന കർമ്മങ്ങളിൽ കൂടി ജന്മാന്തരങ്ങൾ ഉണ്ടാക്കി പലതരം ദേഹങ്ങൾ സ്വീകരിച്ച് സംസാരഭ്രമത്തിൽ തുടരാൻ ഇടവരുന്നു. ഇങ്ങനെയാണ് ജന്മകർമ്മങ്ങൾക്ക് കാര്യകാരണഭാവം വന്നു ചേരുന്നത്. അകാരണമുപായാന്തി സർവേ ജീവാഃ പരാസ്പദാത് പശ്ചാത്തേഷാം സ്വകർമാണി കാരണം സുഖദുഃഖയോഃ. സർവേ ജീവാഃ, എല്ലാ ജീവന്മാരും ആദ്യം പരാസ്പദാത്, പരമകാരണമായ ബോധത്തിൽ നിന്നും അകാരണമുപായാന്തി, കാരണമൊന്നും കൂടാതെ പൊന്തിവരുന്നു. പശ്ചാത്, അനന്തരം തേഷാം സുഖദുഃഖയോഃ, അവയുടെ സുഖദുഃഖങ്ങൾക്ക് സ്വകർമാണി കാരണം, സ്വയം ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ് കാരണം. എല്ലാ ജീവന്മാരും ആദ്യം പരമകാരണമായ ബോധത്തിൽ നിന്നും കാരണമൊന്നും കൂടാതെ പൊന്തിവരുന്നു. അനന്തരം അവയുടെ സുഖ ദുഃഖങ്ങൾക്ക് സ്വയം ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ് കാരണം. അകാരണം ഉപായാന്തി, ചിത്തിൽ നിന്നും ആദ്യം സ്പന്ദിക്കുന്ന ജീവന്മാർ, സ്വകർമ്മവശരായി കറങ്ങുന്ന ജീവന്മാർ. ഇങ്ങനെ ജീവന്മാർ 2 വിധം. ചിത്തിൽ നിന്നും ആദ്യം സ്പന്ദിക്കുന്ന ജീവന്മാർ, സ്വകർമ്മവശരായി കറങ്ങുന്ന ജീവന്മാർ. ഇങ്ങനെ ജീവന്മാർ 2 വിധം. ഇവരിൽ ചിത്തിൽ നിന്നും ആദ്യം സ്പന്ദിക്കുന്ന ജീവന്മാരാണ് കാരണമില്ലാതെ സ്വയം പൊന്തുന്ന ജീവന്മാർ. ആദ്യ ചിത് സ്പന്ദനമാണ് ഞാൻ എന്നനുഭവിക്കുന്ന ജീവഭാഗം. ജീവനെ ചുറ്റി നിൽക്കുന്ന സങ്കല്പ വലയമാണ് അത് സ്വയം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ. ഒരു ജീവനെ ജനനമരണ ചക്രത്തിൽ കറക്കുന്നത് ഈ സങ്കല്പ വലയമാണ്. സൂക്ഷ്മശരീരം, ചിത്തം എന്നൊക്കെ പറയുന്നത് ഈ സങ്കല്പ വലയത്തെയാണ്. ഞാൻ സ്വയം ഉണ്ടാക്കുന്നതാണ് ഈ സങ്കല്പ വലയം. ഞാൻ സ്വയം ഉണ്ടാക്കുന്നതാണ് ഈ സങ്കല്പ വലയം. ഞാനിന് വേണമെങ്കിൽ സ്വയം ഇതിനെ ഉപേക്ഷിക്കാൻ കഴിയും. സങ്കല്പ വലയം ഉപേക്ഷിക്കപ്പെടുന്നതോടെ ഞാൻ അഖണ്ഡബോധത്തിൽ വെള്ളത്തിൽ കുമിള പോലെ സ്വയം പൊന്തി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഞാനിനു തന്നെ നേരിട്ട് തെളിയുന്നു. അങ്ങനെ കാരണം കൂടാതെ ബോധത്തിൽ ആദ്യം സ്പന്ദിച്ചതാണ് ഞാൻ എന്നും അറിയാൻ കഴിയുന്നു.
അതോടെ താൻ അഖണ്ഡബോധ സ്വരൂപമായ ബ്രഹ്മമാണെന്നറിഞ്ഞ് അതിൽ ലയിക്കുന്നതാണ് മോക്ഷം. കുമിള വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ. ചുരുക്കത്തിൽ ജീവന്റെ ബന്ധമോക്ഷങ്ങൾ അതിൻ്റെ തന്നെ സ്വകൃത കർമ്മസങ്കല്പങ്ങൾ നിമിത്തം വന്നു ചേരുന്നതാണെന്ന് താൽപ്പര്യം. വസിഷ്ഠൻ തുടർന്നു, കർമ്മത്തിൻ്റെ സൂക്ഷ്മരൂപമാണ് സങ്കല്പം. കർമ്മത്തിൻ്റെ സൂക്ഷ്മരൂപമാണ് സങ്കല്പം. ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞത നിമിത്തം ഉണ്ടാകുന്നതാണ് ഈ കർമ്മസങ്കല്പം. കർമ്മത്തിന് കാരണമായി തീരുന്നത് ഈ സങ്കല്പമാണ്. ബന്ധത്തിന് കാരണം സങ്കല്പമാണ്. സങ്കല്പമില്ലാതിരിക്കലാണ് മോക്ഷകാരണം. സങ്കല്പമില്ലാതിരിക്കലാണ് മോക്ഷകാരണം. ബുദ്ധി കൊണ്ട് നിസ്സങ്കല്പത്വം ആവർത്തിച്ച് അഭ്യസിക്കണം. ഇത് ഗ്രാഹ്യം, ഞാൻ ഗ്രാഹകൻ എന്ന നിലയിൽ ബന്ധം രൂപം കൊള്ളാൻ ഇടയാകാതെ ശ്രദ്ധിക്കണം. എല്ലാം ഒന്നെന്നുറപ്പിച്ച് ഗ്രാഹ്യ ഭേദസങ്കല്പം പരിഹരിക്കണം. ഗ്രാഹ്യാത്മാവായോ ഗ്രാഹകാത്മാവായോ സങ്കല്പിക്കരുത്. ഭേദഭാവനയൊക്കെ വിട്ട് പിന്നെ എന്തു ശേഷിക്കുമോ അതായിത്തീരണം. രാമ, എന്തെല്ലാം കാര്യങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നുവോ അവയിൽ മാനസികമായി രാഗം വന്നാൽ ബന്ധം, രാഗമില്ലെന്ന് വന്നാൽ മോക്ഷം. എന്തെല്ലാം കാര്യങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നുവോ അവയിൽ മാനസികമായി രാഗം വന്നാൽ ബന്ധം, രാഗമില്ലെന്ന് വന്നാൽ മോക്ഷം. ഇതാണ് ബന്ധമോക്ഷ നിയമം. ചിത്തത്തിൽ എന്തിനോടെങ്കിലും ഇഷ്ടം വന്നു ചേർന്നാൽ ഈ സംസാരത്തിൽ ബദ്ധനായിത്തീരുന്നു. ഒന്നിനോടും ഇഷ്ടമില്ലെന്ന് വന്നാൽ ഈ സംസാരത്തിൽ മുക്തനായിത്തീരുന്നു. അതുകൊണ്ട് രാമ, പദാർത്ഥ സമൂഹങ്ങളിൽ പുൽക്കൊടി മുതൽ ദേവന്മാർ വരെ ഒന്നിലും ഇഷ്ടമുണ്ടാകരുത്. സ്ഥാവരമെന്നോ ജംഗമമെന്നോ ഭേദം കാണാതെ ഈ നിസ്സംഗത്വം ഉള്ളുകൊണ്ട് ശീലിക്കണം. രാഗമില്ലാതെ എന്തു ഭക്ഷിച്ചാലും എന്തു ചെയ്താലും എന്തുപേക്ഷിച്ചാലും നീ കർത്താവുമല്ല ഭോക്താവുമല്ല, മനസ്സടങ്ങിയ മുക്തനാണെന്നറിയൂ. രാഗമില്ലാതെ എന്തു ഭക്ഷിച്ചാലും എന്തു ചെയ്താലും എന്തുപേക്ഷിച്ചാലും നീ കർത്താവുമല്ല ഭോക്താവുമല്ല, മനസ്സടങ്ങിയ മുക്തനാണെന്നറിയൂ. സത്യമറിഞ്ഞവർ കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല, വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ക്രമമനുസരിച്ച് വന്നുചേരുന്ന വർത്തമാനത്തിൽ പറ്റിപ്പിടിക്കുന്നുമില്ല. മനസ്സിനെ കോർത്തുപിടിക്കുന്ന തൃഷ്ണ മോഹ മദാദികളായ പാശങ്ങളെ അറിവുള്ളയാൾ മനസ്സുകൊണ്ടു തന്നെ ഛേദിച്ച് ദൂരെ കളയണം. മൂർച്ചയുള്ള ഇരുമ്പുകൊണ്ട് ഇരുമ്പു വലയവും മറ്റും അറുക്കുന്നത് പോലെ ഉറപ്പുറ്റ വിവേകം കൊണ്ട് പാകമായ മനസ്സിനെ മുറിച്ചു തള്ളിയിട്ട് സംസാരഭ്രമത്തെ ശമിപ്പിക്കേണ്ടതാണ്. ശുചീകരണ വിദഗ്ധന്മാർ അഴുക്കുപയോഗിച്ച് അഴുക്കിനെ കഴുകിക്കളയുന്നു. യുദ്ധവീരന്മാർ അസ്ത്രം കൊണ്ട് അസ്ത്രത്തെ ഛേദിക്കുന്നു. ചികിത്സകന്മാർ വിഷം കൊണ്ട് വിഷത്തെ ശമിപ്പിക്കുന്നു. ജീവന് സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും പരമെന്നും 3 രൂപങ്ങൾ. ഇവയിൽ സ്ഥൂല സൂക്ഷ്മങ്ങളെ പുറന്തള്ളി പരരൂപത്തെ സമാശ്രയിക്കണം. ലൗകിക സുഖാനുഭവങ്ങൾക്കായി രൂപം കൊള്ളുന്ന മാംസാസ്ഥിമയമായ ദേഹമാണ് ജീവൻ്റെ സ്ഥൂലരൂപം. സങ്കല്പമയവും സംസാരഗതി തീരുന്നതുവരെ നിലനിൽക്കുന്നതും ഒരു സ്ഥൂലദേഹം വിട്ടു മറ്റൊരു സ്ഥൂലദേഹത്തെ പ്രാപിക്കുന്നതുമായ ചിത്തമാണ് ജീവൻ്റെ സൂക്ഷ്മരൂപം അഥവാ ആദിവാഹിക രൂപം. ഒരിക്കൽ കൂടി വായിക്കാം. മനസ്സടങ്ങിയ സത്യമറിഞ്ഞവർ കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല, വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. ക്രമമനുസരിച്ച് വന്നുചേരുന്ന വർത്തമാനത്തിൽ പറ്റിപ്പിടിക്കുന്നുമില്ല. മനസ്സിനെ കോർത്തുപിടിക്കുന്ന തൃഷ്ണ മോഹ മദാദികളായ പാശങ്ങളെ അറിവുള്ളയാൾ മനസ്സുകൊണ്ട് തന്നെ ഛേദിച്ച് ദൂരെ കളയണം. മൂർച്ചയുള്ള ഇരുമ്പുകൊണ്ട് ഇരുമ്പ് വലയവും മറ്റും അറുക്കുന്നത് പോലെ ഉറപ്പുറ്റ വിവേകം കൊണ്ട് പാകമായ മനസ്സിനെ മുറിച്ചു തള്ളിയിട്ട് സംസാരഭ്രമത്തെ ശമിപ്പിക്കേണ്ടതാണ്. ശുചീകരണ വിദഗ്ധന്മാർ അഴുക്കുപയോഗിച്ച് അഴുക്കിനെ കഴുകിക്കളയുന്നു. യുദ്ധവീരന്മാർ അസ്ത്രം കൊണ്ട് അസ്ത്രത്തെ ഛേദിക്കുന്നു. ചികിത്സകന്മാർ വിഷം കൊണ്ട് വിഷത്തെ ശമിപ്പിക്കുന്നു. ജീവന് സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും പരമെന്നും 3 രൂപങ്ങൾ. ഇവയിൽ സ്ഥൂല സൂക്ഷ്മങ്ങളെ പുറന്തള്ളി പരരൂപത്തെ സമാശ്രയിക്കണം. ലൗകിക സുഖ അനുഭവങ്ങൾക്കായി രൂപം കൊള്ളുന്ന മാംസാസ്ഥിമയമായ ദേഹമാണ് ജീവൻ്റെ സ്ഥൂലരൂപം. സങ്കല്പമയവും സംസാരഗതി തീരുന്നതുവരെ നിലനിൽക്കുന്നതും ഒരു സ്ഥൂലദേഹം വിട്ട് മറ്റൊരു സ്ഥൂലദേഹത്തെ പ്രാപിക്കുന്നതുമായ ചിത്തമാണ് ജീവൻ്റെ സൂക്ഷ്മരൂപം അഥവാ ആദിവാഹിക രൂപം. ആദ്യന്തരഹിതം സത്യം
ചിന്മാത്രം നിർവികൽപകം യത്തദ്വിദ്ധി പരം രൂപം ജീവസ്യാദ്യം തൃതീയകം. ആദ്യന്തരഹിതമായ കേവല ബോധമാണ് ജീവൻ്റെ പരരൂപം. അതഴിവില്ലാത്ത സത്യമാണ്. അത് സങ്കല്പരഹിതമാണ്. ജീവൻ്റെ ആദ്യരൂപമാണ്. സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളെ അപേക്ഷിച്ച് അത് മൂന്നാമത്തേതാണ്. ജീവൻ്റെ ഈ പരരൂപമാണ് തുരീയം എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ രണ്ട് രൂപവും ഉപേക്ഷിച്ച് ശുദ്ധമായ തുരീയ രൂപത്തിൽ ഉറച്ചു നിൽക്കണം. സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളാണ് ഞാനെന്ന് ഒരിക്കലും ധരിക്കരുത്. രാമൻ ചോദിച്ചു, അല്ലയോ മുനിനായക, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകൾക്കും അപ്പുറം തുരീയാവസ്ഥയ്ക്കുള്ള വിശേഷം ഒന്ന് വ്യക്തമായി വേർതിരിച്ചു കാണിച്ചു തന്നാലും. വസിഷ്ഠൻ പറഞ്ഞു, ഞാനില്ല, ഞാനില്ലാതെയുമില്ല. സത്തല്ല, അസത്തുമല്ല. ഭേദഭാവങ്ങളൊക്കെ പോയി ഒന്നിനോടും പറ്റലില്ലാത്ത ബോധ അനുഭവമാണ് തുരീയ അനുഭവം. ഞാനില്ല, ഞാനില്ലാതെയുമില്ല. ഞാനില്ല, ഞാനില്ലാതെയുമില്ല. സത്തല്ല, അസത്തുമല്ല. ഭേദഭാവങ്ങളൊക്കെ പോയി ഒന്നിനോടും പറ്റലില്ലാതെ ബോധ അനുഭവമാണ് തുരീയ അനുഭവം. നിർമ്മലം, സമം, ശാന്തം, ജീവൻ മുക്ത സ്ഥിതി, വ്യവഹാരത്തിൽ കേവലം സാക്ഷിഭാവം, ഇതാണ് തുരീയ അനുഭവം. നിർമ്മലം, സമം, ശാന്തം, ജീവൻ മുക്ത സ്ഥിതി, വ്യവഹാരത്തിൽ കേവലം സാക്ഷിഭാവം, ഇതാണ് തുരീയ അനുഭവം. സങ്കല്പമില്ലാത്തതുകൊണ്ട് ഇത് ജാഗ്രതല്ല, സ്വപ്നവുമല്ല. സുഷുപ്തി ഒന്നുമില്ലാത്ത ജഡ അനുഭവമായതുകൊണ്ട് ഇത് സുഷുപ്തവുമല്ല. തുരീയ അനുഭവത്തിൽ എത്തി വസ്തുബോധമുറച്ച ശാന്തന്മാർക്ക് ഈ ജഗത്ത് ഇങ്ങനെ ഇരിക്കവേ തന്നെ വിലയം പ്രാപിക്കുന്നു. അജ്ഞന്മാർക്ക് ജഗത്ത് സ്ഥിരമാണ്. അഹങ്കാരകലാത്യാഗേ സമതായാ സമുദ്ഗമേ വിശരാരൗ കൃതേ ചിത്തേ തുര്യാവസ്ഥോപതിഷ്ഠത്തെ. അഹങ്കാരം പോയി, സമത ഉദയം ചെയ്തു, ചിത്തം ചിന്നിച്ചിതറി നശിച്ചു. ഇത്രയുമായാൽ തുരീയാനുഭവം വന്നു ചേരുന്നു. രാമ, ഇക്കാര്യത്തിൽ ഞാനിപ്പോൾ ഒരു ദൃഷ്ടാന്തം പറയാം, കേട്ടോളൂ. പ്രബുദ്ധനാണെങ്കിലും ബോധമുറപ്പിക്കാൻ ഇത് പ്രയോജനപ്പെടും. ഒരു വനപ്രദേശത്ത് മഹാമൗനത്തിലാണ്ടിരിക്കുന്ന മുനിയെ കണ്ടിട്ട് ഒരു നായാടി ഇങ്ങനെ ചോദിച്ചു. അമ്പ് പുറകെ വരുന്നത് കണ്ടിട്ട് ഒരു മാൻ ഓടിപ്പോയി. മുനെ, എൻ്റെ ബാണമേറ്റ് മുറിപ്പെട്ട ആ മൃഗം ഇതിലേ പോകുന്നത് അങ്ങ് കണ്ടോ? മൃഗം എങ്ങോട്ട് പോയി? സാധോ, ഞങ്ങൾ വനവാസികളും സമശീലരുമായ മുനിമാരാണ്. വ്യവഹാര കാര്യങ്ങളിൽ ഏർപ്പെടാൻ തക്ക അഹങ്കാരം ഞങ്ങൾക്കില്ല. കൂട്ടുകാരാ, ഇന്ദ്രിയ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് മനസ്സാണ്. അഹങ്കാരമയമാണ് മനസ്സ്. ഞങ്ങൾക്കത് പോയിരിക്കുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളും എനിക്കില്ല. ഞാനിപ്പോൾ നാലാമത്തെ തുരീയ അവസ്ഥയിലാണ്. അവിടെ ദൃശ്യം എന്നൊന്നില്ല എന്നിങ്ങനെ മുനി മറുപടി നൽകി. ഒരിക്കൽ കൂടി വായിക്കാം, കേട്ടോളൂ. പ്രബുദ്ധനാണെങ്കിലും ബോധമുറപ്പിക്കാൻ ഇത് പ്രയോജനപ്പെടും. ഒരു വനപ്രദേശത്ത് മഹാമൗനത്തിലാണ്ടിരിക്കുന്ന മുനിയെ കണ്ടിട്ട് ഒരു നായാടി ഇങ്ങനെ ചോദിച്ചു. അമ്പ് പുറകെ വരുന്നത് കണ്ടിട്ട് ഒരു മാൻ ഓടിപ്പോയി. മുനെ, എൻ്റെ ബാണമേറ്റു മുറിപ്പെട്ട ആ മൃഗം ഇതിലേ പോകുന്നത് അങ്ങ് കണ്ടോ? മൃഗം എങ്ങോട്ട് പോയി? സാധോ, ഞങ്ങൾ വനവാസികളും സമശീലരുമായ മുനിമാരാണ്. വ്യവഹാര കാര്യങ്ങളിൽ ഏർപ്പെടാൻ തക്ക അഹങ്കാരം ഞങ്ങൾക്കില്ല. കൂട്ടുകാരാ, ഇന്ദ്രിയ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് മനസ്സാണ്. അഹങ്കാരമയമാണ് മനസ്സ്. ഞങ്ങൾക്കത് പോയിരിക്കുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളും എനിക്കില്ല. ഞാനിപ്പോൾ നാലാമത്തെ തുരീയ അവസ്ഥയിലാണ്. അവിടെ ദൃശ്യം എന്നൊന്നില്ല എന്നിങ്ങനെ മുനി മറുപടി നൽകി. രാമ, മുനിയുടെ ഈ വാക്കുകേട്ട് നായാടിക്ക് കാര്യമെന്തെന്ന് മനസ്സിലാകാതെ അയാൾ വന്ന വഴിക്ക് പോയി. രാമ, അതുകൊണ്ട് ഞാൻ പറയുന്നു, തുരീയ അനുഭവത്തിൽ കവിഞ്ഞ ഒരു അനുഭവമില്ല. പ്രൗഢമായ തുരീയം തന്നെയാണ് തുരീയ അതീതം. സങ്കല്പരഹിതമായ ചിത്താണ് തുരീയം. അതിനപ്പുറം ഒന്നുമില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇവ മൂന്നും മനസ്സിൻ്റെ അനുഭവഭേദങ്ങളാണ്. ശാന്തം, ഘോരം, മൂഢം എന്ന മൂന്നവസ്ഥകളിൽ ചിത്തം മാറി മാറി വർത്തിക്കുമ്പോഴാണ് മേൽപ്പറഞ്ഞ മൂന്നവസ്ഥകൾ. ചിത്തത്തിൻ്റെ ഘോര അനുഭവമാണ് ജാഗ്രത്, ശാന്ത അനുഭവമാണ് സ്വപ്നം, മൂഢ അനുഭവം സുഷുപ്തി. ഈ മൂന്നവസ്ഥയും ഇല്ലെന്ന് വന്നാൽ ലൗകികൻ മരിച്ചു എന്നർത്ഥം. മോഹാലസ്യം സുഷുപ്തിയുടെ വകഭേദമാണ്. എവിടെയാണോ ചിത്തം മൃതമായി സമമായ ഏകവസ്തു സൂര്യതുല്യം തെളിയുന്നത്, അതാണ് തുരീയം. അതാണ് യോഗിമാർ
പ്രയത്നപൂർവ്വം നേടിയെടുക്കുന്നത്. എല്ലാ സങ്കല്പവിലാസങ്ങളും ഒഴിഞ്ഞു മാറിയ തുരീയ അനുഭവത്തിൽ നിരാമയനായി എത്തി നിൽക്കൂ. വേണ്ട പോലെ അവിടെ എത്തുന്നവർ എന്നേക്കുമായി മുക്തരായി ഭവിക്കുന്നു. ഭേദചിന്തകളെല്ലാം വിട്ട മഹാന്മാരായ മുനിമാർ. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ മുനിവ്യാധോപാഖ്യാനം നാമ ചതുർദശഃ സർഗഃ.